ഇന്ന് നരേന്ദ്രമോദി സർക്കാരിനെ അട്ടിമറിക്കാനായിട്ട് ചില വിദേശ ശക്തികൾ ശ്രമിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ അതിനെ പരിഹസിക്കുകയോ കളിയാക്കുകയോ ചെയ്യുകയാണ് പതിവ്, കോൺഗ്രസ് അടക്കം. ഇന്ന് BJP-ക്കാര് പറയുന്ന ഇതേ കാര്യം 1970-കളിൽ കോൺഗ്രസ്സുകാർ പറഞ്ഞിരുന്നുവെന്ന് എത്ര പേർക്കറിയാം? ഇന്ദിരാഗാന്ധി സർക്കാരിനെ അട്ടിമറിക്കാൻ വിദേശ ശക്തികൾ ശ്രമിച്ചിരുന്നു എന്ന തിയറികൾക്ക് ഇന്നും ശക്തമായ സ്വാധീനമുണ്ട്. ആ തിയറികൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതായത് ഇന്ന് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഒരു മഹാശക്തിയായിട്ട് വളരുമ്പോൾ ഇന്ത്യയെ ഇന്റേണലി തകർക്കുക എന്ന ലക്ഷ്യത്തോടെ വിദേശ ശക്തികൾ ഇടപെടുന്നുണ്ട് എന്ന ആക്ഷേപം ശക്തമാണ്. അതിന് ഇന്ത്യക്കകത്ത് തന്നെയുള്ള പലരെയും അവർ കൂട്ടുപിടിക്കുന്നുണ്ട് എന്നും ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ശക്തരായ പ്രധാനമന്ത്രിമാരായിട്ടാണ് ഇന്ദിരാഗാന്ധിയും നരേന്ദ്രമോദിയും കാണുന്നത്. നരേന്ദ്രമോദിയുടെ ഈ കാലത്ത് അദ്ദേഹം നേരിട്ട അതേ പ്രതിസന്ധികൾ ഇതിനേക്കാൾ തീവ്രമായ രീതിയിൽ ഇന്ദിരാഗാന്ധിക്ക് 70-കളിൽ നേരിടേണ്ടി വന്നു. നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്ത ഒരു ടോപ്പിക് ആണെങ്കിലും ഈ സമയത്ത് അത് വീണ്ടും പറയേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇന്നത്തെ സിറ്റുവേഷൻ അത് ഡിമാൻഡ് ചെയ്യുന്നു എന്ന് പറയുന്നതാവും ശരി. ഞാൻ അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഒന്നും പോകില്ല. ചെറിയ ചില ഓർമ്മപ്പെടുത്തലുകൾ മാത്രം. 1971-ൽ പാകിസ്ഥാൻ ബംഗ്ലാദേശിൽ നടത്തിയ അടിച്ചമർത്തലുകൾ കാരണം വൻതോതിൽ ജനങ്ങൾ ഇന്ത്യയിലേക്ക് കുടിയേറാൻ തുടങ്ങിയതോടെയാണ്, അഭയാർത്ഥികളായിട്ട് വരാൻ തുടങ്ങിയതോടെ ഒരു വഴിയുമില്ലാതെയാണ് ഇന്ത്യ അതിനകത്ത് ഇടപെടുന്നത്. പാകിസ്ഥാൻ ഏകപക്ഷീയമായിട്ട് ഇന്ത്യക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ നമുക്ക് തിരിച്ച് ആക്രമിക്കേണ്ടി വന്നു. അത് 71-ൽ മഹായുദ്ധത്തിൽ കലാശിക്കുകയും ചെയ്തു. ഒടുവിൽ 93,000 പാകിസ്ഥാൻ പട്ടാളക്കാർ ഇന്ത്യയുടെ പിടിയിലാവുന്നു. ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു പുതിയ രാജ്യം ജന്മം കൊള്ളുകയാണ്. അപ്പൊ ഈ 71-ലെ യുദ്ധത്തിൽ ഇന്ത്യയുടെ ഇത് വലിയ വിജയമായിരുന്നു. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രത്തിൽ അവർ ഏറ്റവും വലിയ പരാജയം ഏറ്റുവാങ്ങിയ യുദ്ധം അതായിരുന്നു. കാരണം കിഴക്കൻ പാകിസ്ഥാൻ അവർക്ക് എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു എന്നതായിരുന്നു അതിലുണ്ടായ ഏറ്റവും വലിയ നഷ്ടം. കാരണം കിഴക്കൻ പാകിസ്ഥാൻ ഒരു പുതിയ രാജ്യമായിട്ട് മാറി. എന്നാൽ 1971-ലെ യുദ്ധത്തിൽ അമേരിക്കൻ ഐക്യനാടുകൾ പാകിസ്ഥാൻ അനുകൂലമായിട്ട് 7ാം നാവികപ്പടയെ ബംഗാൾ ഉൾക്കടലിലേക്ക് അയച്ചത് ഇന്ത്യക്കൊരു സുരക്ഷാ മുന്നറിയിപ്പായിരുന്നു. ഈ ഒരു സാഹചര്യം നാളെയും സംഭവിക്കാമെന്ന് മുന്നിൽ കണ്ട ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ആണവ പരീക്ഷണത്തെ കൂടുതൽ വേഗത്തിലാക്കാനായിട്ട് തീരുമാനിക്കുന്നു. ഇതേ തുടർന്ന് 1974 മെയ് 18-ന് രാജസ്ഥാനിലെ പൊഖ്റാനിൽ ഇന്ത്യ ആദ്യമായിട്ട് ഭൂഗർഭ ആണവ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി. സ്മൈലിംഗ് ബുദ്ധ എന്നായിരുന്നു അതിന്റെ രഹസ്യനാമം. ഇത് പൂർണ്ണമായും ഒരു സമാധാനപരമായ ആണവ സ്ഫോടനമായിട്ട് ഇന്ത്യ പ്രഖ്യാപിച്ചു. വൻ ശക്തി രാജ്യങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു ഇന്ത്യയുടെ നേട്ടം. അവർ ഇന്ത്യക്ക് നേരെ ഉപരോധങ്ങളെല്ലാം ഏർപ്പെടുത്തി. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സ്വയം പര്യാപ്തത നേടാനുള്ള ഇന്ത്യയുടെ യാത്രയിലെ സുപ്രധാന ചുവടുവയ്പായിരുന്നു അത്. ഒന്ന് ആലോചിക്കുക, 71-ലെ യുദ്ധത്തിൽ ഇന്ത്യ ജയിക്കുന്നു. തോൽപ്പിക്കുന്നത് പാകിസ്ഥാനെയാണ്. പാകിസ്ഥാൻ അമേരിക്കയുടെ സഖ്യകക്ഷിയാണ്. അതുകൊണ്ടാണ് അമേരിക്ക പാകിസ്ഥാനെ സഹായിക്കാൻ കപ്പൽപ്പട അയക്കുന്നത്. പക്ഷെ സോവിയറ്റ് യൂണിയൻ വന്നാണ് അതിനെ തടയുന്നത്. അപ്പൊ ഇന്ത്യയെ അമേരിക്ക ആ സമയത്ത് ശത്രുപക്ഷത്താണ് കണ്ടിരുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് വളരെ മോശമായ രീതിയിലാണ് അന്ന് ഇന്ദിരാഗാന്ധിയെ പരാമർശിച്ചത് പോലും. അവർക്കൊട്ടും ഇഷ്ടമില്ലായിരുന്നു ഇന്ദിരാഗാന്ധിയെ. അവരൊരു ശക്തയായ ഭരണാധികാരി തന്നെയായിരുന്നു. അപ്പൊ 71-ലെ യുദ്ധം കഴിഞ്ഞ് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ 3 വർഷം കഴിഞ്ഞപ്പോൾ ഇന്ത്യ ആണവായുധം കൂടി പരീക്ഷിച്ചു കഴിഞ്ഞാൽ അമേരിക്കയുടെ കണ്ണിലെ കരടായി നമ്മൾ മാറുമെന്ന് പ്രത്യേകം പറയേണ്ടതുണ്ടോ? ഇന്നിപ്പോ ഇറാൻ ആണവായുധം നിർമ്മിക്കാൻ ശ്രമിക്കുമ്പോൾ അമേരിക്ക എന്തെല്ലാം ചെയ്യുന്നു എന്ന് ആലോചിച്ച് നോക്കുക. അമേരിക്കയുടെ സഖ്യരാജ്യമായ ഇസ്രായേലിനും കൂടി വേണ്ടിയിട്ടാണ് അവർ ഈ പണിയൊക്കെ ചെയ്യുന്നത്. ഈ 71 എന്ന് പറയുന്നത് ശീതയുദ്ധം നിൽക്കുന്ന സമയമാണ് സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിൽ. ഇന്ത്യയെ സഹായിക്കാൻ അമേരിക്കൻ കപ്പലുകളെ സോവിയറ്റ് യൂണിയൻ തടയുന്നു. അമേരിക്കയുടെ സഖ്യരാജ്യമായിട്ടുള്ള പാകിസ്ഥാന്റെ ഒരു ഭാഗം പിടിച്ചെടുത്തൊരു പുതിയ രാജ്യമാക്കുന്നു, അവരെ പരാജയപ്പെടുത്തുന്നു. അതിനുശേഷം സ്വന്തമായിട്ട് ഇന്ത്യ ആണവായുധം നിർമ്മിക്കുന്നു. ഇന്ത്യയോടും ഭരിക്കുന്ന പ്രധാനമന്ത്രിയോടും ഡീപ് സ്റ്റേറ്റിന് ഉണ്ടാവുന്ന ഒരു വികാരം എന്തായിരിക്കും? ആ സമയത്ത് അവരുറപ്പായും ആ ഭരണാധികാരിയുടെ പതനമായിരിക്കും ആഗ്രഹിക്കുന്നത്, അല്ലേ? എന്തായാലും ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ പ്രേക്ഷകരുടെ യുക്തിക്കനുസരിച്ച് തന്നെ നിങ്ങൾ തീരുമാനിക്കൂ. ഇതിന് ശേഷം എന്ത് സംഭവിച്ചു? 1971-ൽ യുദ്ധം ജയിക്കുന്നു. 74-ൽ ആണവായുധം പരീക്ഷിച്ചുകൊണ്ട് ഇന്ത്യ ഒരു മഹാശക്തിയാവുന്നു. ആ സമയത്ത് സ്വാഭാവികമായിട്ട് ഇന്ദിരാഗാന്ധിയുടെ ഒരു ഇമേജ് ആലോചിച്ച് നോക്കണം. RSS പോലും ഇന്ദിരാഗാന്ധിയെ സപ്പോർട്ട് ചെയ്തിരുന്ന കാലമാണത്, യുദ്ധത്തിലും ആണവ പരീക്ഷണത്തിലും അടക്കം. കാരണം അത്രമാത്രം സ്വാധീനം ഇന്ദിരാഗാന്ധിക്കും ഉണ്ടായിരുന്നു. RSSന് അവരുടെ ഭരണം വളരെ താല്പര്യവുമായിരുന്നു. എന്നാൽ 75 ആകുമ്പോൾ കാര്യങ്ങൾ അടിമുടി മാറുകയാണ്. പിന്നീട് ഇന്ത്യയുടെ ചരിത്രത്തിലെ കറുത്ത നാളുകളാണ്. 1975 ജൂൺ 25-ന് അർദ്ധരാത്രിയിൽ ആഭ്യന്തര ക്രമസമാധാന തകർച്ച ചൂണ്ടിക്കാണിച്ച് ഇന്ദിരാഗാന്ധി രാജ്യത്ത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. മൗലിക അവകാശങ്ങൾ റദ്ദാക്കപ്പെടുകയും മാധ്യമങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തുകയും ചെയ്തു. പ്രതിപക്ഷ നേതാക്കളെ വൻതോതിൽ തടവിലാക്കുകയും ചെയ്തു.
എന്താണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുണ്ടായ സാഹചര്യമെന്ന് ചിന്തിക്കുമ്പോൾ നമുക്കതിന്റെ ഉത്തരം കിട്ടും. ആ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. അലഹാബാദ് ഹൈക്കോടതിയുടെ ഒരു വിധിയാണ്. 1975 ജൂൺ 12 ഇന്ദിരാഗാന്ധിയുടെ 1971 റായ്ബറേലിയിലെ തെരഞ്ഞെടുപ്പ് വിജയം ക്രമക്കേടുകൾ കാണിച്ചാണെന്ന് പറഞ്ഞുകൊണ്ട് അലഹാബാദ് ഹൈക്കോടതി റദ്ദാക്കുകയാണ്. അതായത് 1975 ഈ ഒരു കോടതി വിധി വരുന്നത് 71 നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. എന്തൊരു വിരോധാഭാസമാണെന്ന് ആലോചിച്ച് നോക്കണം. ഇനി എന്താണ് ആ ക്രമക്കേട് എന്ന് ഞാൻ ഒന്നും കൂടി പറയാം. 1971 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ റായ്ബറേലി മണ്ഡലത്തിൽ നിന്നാണ് ഇന്ദിരാഗാന്ധി ജയിക്കുന്നത്. അവരുടെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി നേതാവ് രാജ് നാരായണനാണ് തെരഞ്ഞെടുപ്പിൽ അഴിമതിയും ക്രമക്കേടുകളും നടന്നുവെന്ന് കാണിച്ച് അലഹാബാദ് ഹൈക്കോടതിയിൽ ഹർജി നൽകുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, തൊഴിൽ ചിഹ്നത്തിൽ മത്സരിച്ച രാജ് നാരായണനെ 1,00,000-ലധികം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയിട്ടാണ് ഇന്ദിരാഗാന്ധി ജയിക്കുന്നത്. അപ്പോൾ അത്രയും വലിയ വിജയം കിട്ടിയിട്ടും തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ചു എന്ന് പറഞ്ഞ് ഇയാൾ കേസിന് പോകുന്നു. ജസ്റ്റിസ് ജഗ്മോഹൻ ലാൽ സിൻഹയാണ് ഈ കേസിൽ ചരിത്ര പ്രസിദ്ധമായ വിധി പ്രസ്താവിക്കുന്നത്. അതായത് പ്രധാനമായിട്ടും ആ വിധിയിൽ പറയുന്നത് അധികാര ദുർവിനിയോഗവും സർക്കാർ സംവിധാനങ്ങളുടെ അനാവശ്യ ഉപയോഗവും തെരഞ്ഞെടുപ്പിൽ നടന്നുവെന്നാണ്. അതിനെയാണ് ക്രമക്കേട് എന്ന് വിളിച്ചത്. എന്തൊക്കെയാണെന്നല്ലേ? ഇന്ദിരാഗാന്ധിയുടെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായിരുന്ന യശ്പാൽ കപൂർ രാജി സമർപ്പിക്കുന്നതിന് മുൻപ് തന്നെ ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് ഏജന്റായി പ്രവർത്തിച്ചു എന്നതാണ് ഒരു കുറ്റം. 2, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ സ്വന്തം രാഷ്ട്രീയ ആവശ്യത്തിനും പ്രചാരണത്തിനും ഉപയോഗിച്ചത് ജനപ്രാതിനിധ്യ നിയമത്തിന്റെ ഗുരുതരമായ കുറ്റമാണ് എന്നാണ് രണ്ടാമതായി പറഞ്ഞത്. തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങൾക്കായിട്ട് വേദി, പന്തൽ, സൗണ്ട് സിസ്റ്റം എന്നിവ നിർമ്മിക്കുന്നതിനും വൈദ്യുതി കണക്ഷൻ നൽകുന്നതിനും ഉത്തർപ്രദേശ് പോലീസിനെയും മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരെയും ഔദ്യോഗികമായി ഉപയോഗിച്ചു അത്രേ. പ്രചാരണ സമയത്ത് ജില്ലാ മജിസ്ട്രേറ്റ്, പോലീസ് സൂപ്രണ്ട് തുടങ്ങിയ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ സേവനവും സർക്കാർ വാഹനങ്ങളും സ്വന്തം രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്തിയെന്ന്. ഇവിടെ അന്നും ഇന്നും എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നത് അന്ന് പ്രധാനമന്ത്രിയായിരുന്നു, വലിയ സുരക്ഷാ ഭീഷണി നേരിടുന്ന ഒരു വ്യക്തിയുമാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് റാലികളിൽ സ്വാഭാവികമായി ഒരു പ്രധാനമന്ത്രിക്ക് വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളും മറ്റുമൊക്കെയാണ് ഉദ്യോഗസ്ഥർ ഏർപ്പെടുത്തി നൽകുന്നത്. അതിനെ തെരഞ്ഞെടുപ്പ് ക്രമക്കേടായി കണ്ട് വിജയം തന്നെ റദ്ദാക്കിയത് ശരിക്കും പറഞ്ഞാൽ കോടതിക്ക് സംഭവിച്ച ഒരു വീഴ്ചയായിരുന്നില്ലേ എന്ന ചർച്ചകൾ അന്നും ഇന്നും നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളായാലും അവർക്ക് സുരക്ഷ ഒരുക്കേണ്ടത് പോലീസിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും കടമയായിരുന്നു. റായ്ബറേലിയിലെ ഇന്ദിരാഗാന്ധിയുടെ പ്രസംഗവേദിയും പന്തലും പോലീസ് നിർമ്മിച്ചത് അവരുടെ ജീവന് ഭീഷണിയുള്ളതിനാലും സുരക്ഷാ പ്രോട്ടോക്കോളും അനുസരിച്ചാണ്. അതിനെ തെരഞ്ഞെടുപ്പ് അഴിമതിയായി കണ്ടത് അല്പം കടന്ന കൈയായി പോയി എന്ന വാദം അന്നും ഇന്നും നിലനിൽക്കുന്നുണ്ട്. അപ്പോ ഈ ഒരു കോടതി വിധിയെ തുടർന്ന് പിന്നീട് സുപ്രീം കോടതിയിലേക്ക് പോയെങ്കിലും സ്റ്റേയോ മറ്റു കാര്യങ്ങളോ കിട്ടാതെ വന്നതോടെയാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അടിയന്തരാവസ്ഥയുടെ പ്രഖ്യാപനവും ആ സമയത്ത് നടന്ന കാര്യങ്ങളും ന്യായീകരിക്കപ്പെടാൻ കഴിയുന്നവയല്ല എങ്കിലും ഇന്ദിരാഗാന്ധിയുടെ കണ്ണിൽ അവർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ടായിരുന്നു. അവർ വിശ്വസിച്ചത് വിദേശ രാജ്യങ്ങൾ തങ്ങളുടെ രാജ്യത്തെയും തന്റെ ഭരണകൂടത്തെയും അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നായിരുന്നു. ആണവ പരീക്ഷണം നടത്തിയ ഇന്ത്യ, പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയ ഇന്ത്യ ഇന്ദിരാഗാന്ധിയുടെ കീഴിൽ വളരെ ശക്തമായ ഒരു രാജ്യമായി മാറാൻ സാധ്യതയുണ്ടെന്ന് കണ്ടുകൊണ്ട് അവരെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ വിദേശ രാജ്യങ്ങൾ ഇടപെട്ടു എന്നാണ് അവർ വിശ്വസിച്ചത്. 1974 ജോർജ് ഫെർണാണ്ടസിന്റെ നേതൃത്വത്തിൽ നടന്ന ചരിത്രപരമായ റെയിൽവേ സമരവും അത് രാജ്യത്തെ നിശ്ചലമാക്കുന്നുണ്ട്. അതിനുശേഷം ഗുജറാത്തിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് പിന്നാലെ ബീഹാറിൽ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ജയപ്രകാശ് നാരായണൻ അഴിമതിക്കെതിരെയും ഇന്ദിരാ ഭരണത്തിനെതിരെയും സമ്പൂർണ്ണ കാന്ത്രി ആഹ്വാനം ചെയ്തതുമെല്ലാം ഇന്ദിരാഗാന്ധിയെ ഈ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിലേക്ക് നയിച്ചു എന്നാണ് കരുതപ്പെടുന്നത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് അതിനെ ന്യായീകരിക്കാൻ പലപ്പോഴായിട്ട് ഇന്ദിരാഗാന്ധി അടിക്കടി ഉപയോഗിച്ച പദപ്രയോഗം തന്നെയാണിത്. ഇന്ത്യയുടെ വിദേശ നയം, പ്രത്യേകിച്ച് സോവിയറ്റ് യൂണിയനുമായിട്ടുള്ള സൗഹൃദം, ചേരിചേരാ നയമൊക്കെ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നുവെന്നും അവരാണ് തന്റെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതുമെന്നും അവർ പലപ്പോഴും പറഞ്ഞുകൊണ്ടേയിരുന്നു. 1973 ചിലിയിലെ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട അലൈൻദേ സർക്കാരിനെ CIA അട്ടിമറിച്ച സംഭവം ഇന്ദിരാഗാന്ധിയെ ഭയപ്പെടുത്തിയിരുന്നു. ഇന്ത്യയിലും അത്തരം ജനകീയ പ്രക്ഷോഭങ്ങൾ വഴി ഭരണത്തെ അട്ടിമറിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഭരണകൂടവും ഇന്ദിരാഗാന്ധിയെ പിന്തുണയ്ക്കുന്നവരും അക്കാലത്ത് വാദിച്ചിട്ടുണ്ട്. അവരുടെ പിൻതലമുറക്കാരും അവരുമൊക്കെയാണ് ഇന്ന് മോദി സർക്കാർ ഈ കാര്യം പറയുമ്പോൾ അതിനെ തള്ളിപ്പറയുന്നത്. വിദേശ ശക്തികൾ, ചില പ്രത്യേക രാജ്യങ്ങൾ എല്ലായ്പ്പോഴും അവർക്ക് ഭീഷണിയായിട്ട് കാണുന്ന രാജ്യങ്ങളെയും അവിടുത്തെ ഭരണാധികാരികളെയും അട്ടിമറിക്കാൻ പലപ്പോഴും ഇമാതിരി തന്ത്രങ്ങൾ പ്രയോഗിക്കും. ഒറ്റ നോട്ടത്തിന് ഈ രാജ്യങ്ങൾക്ക് നേരിട്ട്
അതിലൊരു ഇടപെടലോ പങ്കോ ഉള്ളതായി കാണില്ല എങ്കിലും പലപ്പോഴും അവർ മറ്റു പലരെയും മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഇത്തരം കളികൾ കളിക്കുന്നത്. ഇന്റലിജൻസ് ഏജൻസികളും ഏജന്റുമാരും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് അറിയാത്തവർക്ക് ഇത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. വലിയ രീതിയിലുള്ള ഒരു അട്ടിമറിയെ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് തടഞ്ഞുവെങ്കിലും പക്ഷെ അധികകാലം അവർക്ക് അതിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വന്നു. അവർ പരാജയപ്പെടുന്നുണ്ട്. പക്ഷെ ഇന്ദിരാഗാന്ധി വീണ്ടും അധികാരത്തിൽ വന്നതോടെ അവരുടെ ശത്രുക്കൾ വീണ്ടും അവരെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചതാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിലേക്ക് നയിച്ചത് എന്ന് ഇന്നും പലരും വിശ്വസിക്കുന്നുണ്ട്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുണ്ടായ 1977 തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി പരാജയപ്പെടുകയാണ്. ഓർക്കുക, ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് ഇന്ത്യ തന്ത്രപരമായ ഏറ്റവും വലിയ വിജയം പാകിസ്ഥാന് മേൽ നേടുന്നത്. വലിയ വികസന പ്രവർത്തനങ്ങൾ രാജ്യത്ത് കണ്ടൊരു സമയമായിരുന്നു അത്. അത് മാത്രമല്ല, ആണവായുധം പരീക്ഷിക്കുകയും ചെയ്തു. എന്നിട്ടും 77 ആ ഒരു തെരഞ്ഞെടുപ്പിൽ അടിയന്തരാവസ്ഥ എന്ന ഒറ്റ കാരണം കൊണ്ട് ഇന്ദിരാഗാന്ധിയെ രാജ്യത്ത് ജനം കൈവിട്ടു. ഒടുവിൽ പിന്നീട് 80 വീണ്ടും വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ അവർ തിരിച്ചെത്തുകയുണ്ടായി. കാരണം അപ്പോഴേക്കും കുറച്ച് വർഷങ്ങൾ കൊണ്ട് ജനങ്ങൾ മനസ്സിലാക്കി ഇന്ദിരാഗാന്ധി ആയിരുന്നു ശരിയെന്ന്. അങ്ങനെ അവർ അധികാരത്തിലേക്ക് എത്തിയപ്പോൾ അടുത്തത് അവരെ കാത്തിരുന്നത് പഞ്ചാബിലെ കടുത്ത തീവ്രവാദ പ്രശ്നമായിരുന്നു. ആ സംഭവങ്ങളിൽ ഇടപെട്ടത് ഇന്ദിരാഗാന്ധിയുടെ ജീവൻ അപഹരിക്കുന്നതിലാണ് അവസാനിച്ചത്. 1984 അമൃതസറിലെ സുവർണ ക്ഷേത്രത്തിനുള്ളിൽ ആയുധങ്ങളുമായി തടവുമുറി ഉണ്ടാക്കിയ തീവ്രവാദികളെ പുറത്താക്കാൻ ഇന്ദിരാഗാന്ധി സൈന്യത്തെ അയച്ചു. ഈ നടപടിയിൽ സുവർണ ക്ഷേത്രത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും ഭിന്ദ്രൻവാല കൊല്ലപ്പെടുകയും ചെയ്തു. ഇത് സിഖ് സമൂഹത്തിൽ കടുത്ത അമർഷവും മാനസിക മുറിവും ഉണ്ടാക്കി. ഒടുവിൽ അത് ഇന്ദിരാഗാന്ധിയുടെ മരണത്തിലാണ് കലാശിച്ചത്. 1984 ഒക്ടോബർ 31 ഡൽഹിയിലെ ഔദ്യോഗിക വസതിയിൽ വെച്ച് സ്വന്തം സിഖ് ബോഡിഗാർഡുകളുടെ വെടിയേറ്റാണ് ആ ധീരയായ വനിത മരണപ്പെടുന്നത്. ഇതിനകത്ത് അവരോട് രാഷ്ട്രീയ വിരോധമുള്ള പലരും ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവാം. പക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു അവർ. അവരുടെ മരണം അങ്ങനെയാണ് സംഭവിച്ചത്. അതിന്റെ എല്ലാം പുറകിൽ വിദേശ ഇടപെടലുകളും ദുരൂഹതകളും അക്കാലത്തും ഇക്കാലത്തും ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷമുള്ള ഇന്ത്യയുടെ സാഹചര്യം നിങ്ങൾ നോക്കൂ. 84 ശേഷം പിന്നീട് ശരിയാണ് ഒരു ഘട്ടത്തിൽ രാജീവ് ഗാന്ധി വരുന്നുണ്ട് അധികാരത്തിൽ. അതിനുശേഷം പിന്നീട് 5 വർഷം പൂർത്തിയാക്കാൻ കഴിയാത്ത അതിനു മുമ്പും ഇടയ്ക്കുമായിട്ട് നിരവധി പ്രധാനമന്ത്രിമാർ ഇന്ത്യയിൽ അധികാരത്തിൽ വന്നിട്ടുണ്ട്. ഒരുപക്ഷെ അന്ന് 84 ഇന്ദിരാഗാന്ധി മരിച്ചില്ലായിരുന്നുവെങ്കിൽ 2000 കൂടിയൊക്കെ ഇന്ത്യ ഒരു വലിയ ശക്തിയായിട്ട് സാമ്പത്തികമായും വളർന്നിട്ടുണ്ടായേനെ. പിന്നെ നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യുന്നതിന് പരിമിതികളുണ്ട്. ഇന്നും നരേന്ദ്രമോദി സർക്കാരിനെ താഴെ ഇറക്കാൻ സിഖുകാരെയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതായത് കർഷക സമരവും സിഖുകാരെ മുന്നിൽ നിർത്തിയാണ് നടത്തിയത്. ഇപ്പോൾ ഈ ജന്തർ മന്ദറിൽ നടന്ന സമരത്തിലേക്കും സിഖുകാരും കർഷകരും കടന്നു വരുന്നത് നമ്മൾ ശ്രദ്ധിച്ചതാണ്. അവരെ പതിയെ അവരെ കൂടി ഇൻവോൾവ് ആക്കുക. അപ്പോൾ ഈ ഖാലിസ്ഥാനികളെ ആരാണ് ആക്റ്റീവായിട്ട് നിലനിർത്തുന്നതെന്ന് അറിയാമോ? അമേരിക്കയാണ്. അമേരിക്കയിലും കാനഡയിലും യൂറോപ്പിലുമാണ് ഖാലിസ്ഥാനികൾ പ്രവർത്തിക്കുന്നത്. സിഖ് ഫോർ ജസ്റ്റിസ് അടക്കമുള്ള തീവ്രവാദ സംഘടനകൾ ഖാലിസ്ഥാനികളെ ഇന്ത്യക്കെതിരെ എന്നും ഉപയോഗിക്കാനുള്ള ഒരു ആയുധമാക്കി ഇന്നും അമേരിക്കയും കാനഡയും അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ നിലനിർത്തുന്നു എന്നത് നമ്മുടെ മുമ്പിലുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് വിദേശ അട്ടിമറി എന്ന് മോദി സർക്കാരോ അല്ലെങ്കിൽ അവരെ പിന്തുണയ്ക്കുന്ന ആരെങ്കിലും ഒക്കെ പറയുമ്പോൾ അതിനെ നിസ്സാരമായിട്ട് നിങ്ങൾ തള്ളിക്കളയരുത്. BJP അധികാരത്തിൽ ഇരിക്കുമ്പോൾ മാത്രം ഉണ്ടാവുന്ന ഒരു പ്രതിഭാസമല്ല. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ അന്ന് തൊട്ട് നമ്മുടെ രാജ്യത്തെ തകർക്കാൻ വിദേശ ശക്തികൾ പല കാലത്തും പലരെയും കൂട്ടുപിടിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം നമ്മളൊരു വലിയ ശക്തിയാവുന്നതിനെ അവർ ഭയപ്പെടുന്നത് കൊണ്ടാണ്. നിലവിലെ ലോകശക്തികൾ ഒരു പുതിയ ശക്തിയെ ഒരിക്കലും ആഗ്രഹിക്കില്ല, അംഗീകരിക്കില്ല. അവർക്ക് എപ്പോഴും അവരുടെ മേധാവിത്വം നിലനിർത്തണമെന്നേ ഉണ്ടാകൂ. ഈ ലോകം അങ്ങനെയാണ്, എല്ലാ കാലത്തും അങ്ങനെയായിരുന്നു. അപ്പൊ അതിന് പല തന്ത്രങ്ങളും അവർ ഉപയോഗിക്കും. ഇന്ദിരാഗാന്ധിയുടെ മരണം, അടിയന്തരാവസ്ഥ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അങ്ങനെ നിസ്സാരവും സ്വാഭാവികവുമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. ഇന്ദിരാഗാന്ധി മാത്രമല്ല, ഹോമി ജെ ഭാഭ മരണപ്പെടുന്നു. ആണവായുധത്തിന് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുത്ത മനുഷ്യനാണ്. അതുപോലെ തന്നെ സഞ്ജയ് ഗാന്ധി മരണപ്പെടുന്നു. ഇന്ദിരാഗാന്ധിയുടെ രണ്ടാമത്തെ മകനായ രാജീവ് ഗാന്ധി മരണപ്പെടുന്നു. ആ കുടുംബത്തിന്റെ വേരോടെ ഇല്ലാതാക്കാനുള്ള ശ്രമം ആ കാലത്ത് നടന്നതായി നമുക്ക് കാണാം. അതുപോലെ തന്നെയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. ഇന്ത്യയുടെ വളർച്ച ആഗ്രഹിച്ച, ഉയർച്ച ആഗ്രഹിച്ച പലരും അക്കാലത്ത് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ സ്വാഭാവികമാണെന്ന് പറയുന്നവർക്ക് പറയാം. അപ്പൊ ഇപ്പോൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ വളരെ ശക്തമായിട്ടൊരു രാജ്യമായി വളരുകയാണ്. ഇതൊരു പരമമായ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളും മോദി ഭരണകൂടത്തെ അട്ടിമറിക്കാനും താഴെ ഇറക്കാനും ആഗ്രഹിക്കുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.